ഉണരും രാത്താരങ്ങൾ നീയേ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീയേ, നെറുകിൽ പടരാൻ ഉയരുകൊണ്ട മഴയോ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നാനന്ദ വ്ളോഗ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 8:00 ആയിട്ടുണ്ട്. നമ്മൾ 7:15 ആയപ്പം എണീറ്റായിരുന്നു. ആക്ച്വലി വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ. എനിക്കൊരു മടിയും എല്ലാം കൊണ്ടും ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഇന്നും വ്ളോഗ് എടുക്കണ്ടെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു എടുക്കാം, കാരണം നമുക്ക് കുറച്ച് പരിപാടികളുള്ള ദിവസമാണ്. അപ്പം കൈ കഴിക്കുന്നുണ്ട് മാതാവേ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ മിക്കതൊരു 56ാമത്തെ ടേക്കാണ്. ഇഫ് ഐ എം നോട്ട് റോങ്. വീട്ടിലെ ഏറ്റവും വരാത്തൊരു സ്ഥലമാണ് ടെറസ്. മഴ പെയ്തതിൻ്റെ ഒരു സന്തോഷത്തെ, ഓക്കെ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് മഴ പെയ്തുണ്ടായിരുന്നില്ല. ഈ മഴ പെയ്തൊരു സന്തോഷത്തിലാണ് വന്നത്. പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ ഫുൾ വെയിലായി. അപ്പോൾ ആണെങ്കിൽ ഇവിടെ ചൂടെടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ അടിയിൽ പോവാണ്. ഒരു കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആളെ കാണിക്കണം, എന്താണ് വ്ളോഗിൽ വരാത്തത്, ഭയങ്കര ജാടയാണല്ലോ എന്ന് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണിക്കാമെന്ന്. ശരി, ഹായ് ബേബി. എൻ്റെ അവിടെ എത്ര ദേഷ്യപ്പെട്ടിരിക്കണം നീ? അടി കിട്ടോ. ഹായ് പറയടാ. ഹായ്. ഇത്തിരി ദേഷ്യത്തിലാണ് കുഞ്ഞു. കാരണം കുഞ്ഞിനെ ഏറ്റവും ലോകത്ത് ഇഷ്ടപ്പെടാത്ത ആൾ ഞാനാണ്. ഞാനവനെ വിടില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഒരു സ്വാതന്ത്ര്യം കൊടുക്കില്ല. ഗാന്ധിജി സ്വാതന്ത്ര്യം August 15 നമുക്ക് തന്നെങ്കിലും കുഞ്ഞിന് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കുഞ്ഞു അണ്ടർ മൈ കസ്റ്റഡി, ബേസിക്കലി ഒരു ജയിലിട്ട പോലെയാണ്. പക്ഷെ സ്നേഹം കൊണ്ടാണല്ലേ ബേബി. പൊക്കോ ഇതായിരുന്നു എൻ്റെ പള്ളിയിലത്തെ ഒരു ഫെസ്റ്റി. എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും, ഞാൻ കള്ളത്തരം കാണിക്കാറില്ല. ഞങ്ങൾക്കല്ല എൻ്റെ കുർബാനോട് ഈ പകുതി ആയിട്ടാണ് നമ്മൾ വർത്താൻ പറഞ്ഞത്. ഇവള് എൻ്റെ ജൂനിയറായിരുന്നു. നിർമ്മലമാതയിൽ എൻ്റെ ജൂനിയറാണ്. എൻ്റെ പള്ളിയിലാണ്. എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഏറെക്കുറെ ഇപ്പോഴത്തെ കളത്തരങ്ങളറിയില്ല. ഡൽഹി കള്ളത്തരങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുള്ളൂ. ഒരാളും കൂടി എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. കുർബാനയുടെ ഇടയ്ക്കൂടെ പെണ്ണുങ്ങൾ എന്താ കാണിക്കാൻ. ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്നെ ഈ കുർബാനയ്ക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. അതാണ് ആകുള്ളൊരു വിഷമം. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പല്ല് ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഞാൻ അവിടെ വേറെ സ്ട്രെസ്, കമ്പി പൊട്ടിയിട്ടാണ് ഞാൻ പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോകണം. ആൾക്ക് മടുത്ത് സത്യം പറഞ്ഞു. ഇതിൻ്റെ പെടുമ്പോൾ കുറേ മേലായി. നമ്മൾ പള്ളിയിലത്തെ കുർബാന കഴിഞ്ഞു. നമ്മൾ നേരെ പല്ല് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവാണ്. പല്ല് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അടുത്ത പരിപാടികൾ. എനിക്ക് നല്ല അപ്പം ഒരു മിനിറ്റ്. അപ്പം എനിക്ക് നല്ല സ്ട്രെസ് ആവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ എപ്പോൾ പല്ല് ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും ഏതെങ്കിലും ഒരു കമ്പി ഞാൻ പൊട്ടിക്കും. ഇപ്പോൾ കമ്പി ലൂസായിട്ടുണ്ട്, പൊട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് അവിടെ എത്തുമ്പോൾ നമുക്കറിയാം. ഏതാനും ഒരു 3 സെക്കൻഡ്സുള്ള നമ്മളെത്തും. ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ എത്തിയിട്ടെങ്കിൽ വ്ളോഗ് എടുക്കാൻ പറ്റും. ആണെങ്കിൽ സ്ട്രെസ്സാണ് ബേസിക്കലി. അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് എൻ്റെ കംപ്ലീറ്റ് ചെയ്ത് പോകും. അപ്പം ഇനി അത് കഴിഞ്ഞ് വന്നിട്ട് എത്തി അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വ്ളോഗ് എടുക്കാം. ഇല്ല, പേടിക്കാൻ എന്താ ഉള്ളത്. വലിയ ജസ്റ്റ് കമ്പി ടൈറ്റ് ചെയ്യും, അത്ര തന്നെ. നമ്മൾ പല്ല് ഡോക്ടറിൻ്റെ അവിടെ എത്തി. ഞാനെല്ലാം അകത്തിരുന്ന് തല്ലിലൂടെ കണ്ടിട്ട് ഞങ്ങളെ രണ്ടുപേരും പുറത്തിറക്കി. ഞങ്ങൾക്ക് ലാസ്റ്റ് ശരി നിർത്താൻ പറ്റും. ആൾക്കാരൊക്കെ നോക്കിയാണ്. അപ്പം അമ്മ പറഞ്ഞു 2 എണ്ണത്തിൻ്റെ അടുത്തും പുറത്ത് പോകാൻ. നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കാം. പക്ഷെ നല്ല സ്ട്രെസ് ഉണ്ട് അകത്ത്. കിൻഡർ ജോയ, ഞാനൊരു കിൻഡറ, ഞാനൊരു ജോയ. അത് രണ്ടും കൂടി വേണ്ട. പപ്സ് മതിയാ കിൻഡർ ജോയ്ക്ക് പകരം. ഹലോ എവരിവൺ, നമ്മൾ പള്ളിയിൽ പോയി വന്നു. ഇപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ മിക്കതും കിടന്ന് ഉറങ്ങും. അല്ല എന്താ ചെയ്യണത് എനിക്ക് അറിഞ്ഞൂടാ. അവൾ TV ചെയ്തു സിനിമ ഇടാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും ഏതെങ്കിലും സിനിമ കാണും. ഈ കണ്ണാട വെച്ചിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. നമുക്ക് ഉച്ചതിരിഞ്ഞ് നമ്മൾക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ കാണിക്കാം ഇനി വ്ളോഗ്. ആക്ച്വലി നല്ല മഴ വരുന്നുണ്ട്. മഴ പെയ്യണമെങ്കിൽ സെറ്റായേനെ പെയ്തിരുന്നെങ്കിൽ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. good.
ടിൻസ് ആണല്ലേ, കൊള്ളാലോ. നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ തെറ്റാറുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. നാളെ മുടക്ക് കിട്ടാനുള്ള കാരണം ആരാന്നറിയോ? സത്യം പറഞ്ഞ ഞാനാ വിളിച്ച് പറഞ്ഞ് നാളെ മുടക്ക് കൊടുക്കാൻ. ഹാപ്പി ആയില്ലേ നിങ്ങളെല്ലാരും? ഹാപ്പി ആയില്ലടാ? സത്യം പറ, ചിരിച്ചോണ്ട് പറ ഹാപ്പി എന്ന് പറ. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. കളറ്, മുടി കളറ്, ഇതെന്താ ഉദ്ദേശിച്ചു? ഞാൻ പറയണ എനിക്ക് ചാണക പച്ചയാണ് പച്ച കളറില്ല. ഞാൻ പറയണ അടുത്ത വർഷത്തെ ഡൽഹിയിൽ ഞാൻ തിരിച്ചു വരുമ്പോ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വരാൻ പോലെ പച്ച, വയലറ്റ്, പിന്നെ മൂക്കുത്തി, ടാറ്റു എല്ലാം ഉണ്ട്. ഡോറില്ലേ, കൊച്ചു ടിവിത്തെ ഡോറ, അതുപോലെ കുറച്ച് മുമ്പിൽ വെട്ടിട്ട് അവിടെ പച്ച. ബൈ ക്രിസ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ നവ്യ ബേക്കറിയിൽ വന്നിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ സ്കൂള്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മുടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഓഹോ, തെരുവിൽ വർണ്ണങ്ങൾ തേടുമ്പോൾ പരവശമായി പടരും ചെടി തൻ തളിരിലകളിലൊന്നാകെ പൂവായി ചേരും. തൃശ്ശൂർ നമുക്ക് തിരിച്ച് ഡൽഹിയിലോട്ടേക്ക് പോണേക്കാളും മുമ്പ് നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. നമുക്കല്ല, എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കണം. പിന്നെ നമുക്ക് ഓണത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ, പരിപാടികൾ, പിന്നെ നമുക്ക് അടുത്ത ആഴ്ച ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ, പരിപാടികൾ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. ഞാൻ ആകെ എനിക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അല്ലുവിന് നാളെ ക്ലാസ്സും ഇല്ല. അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. എനിക്ക് മനസ്സിലാവണില്ല ഇവരെന്തിനാണ് ഈ ക്ലാസ്സൊക്കെ മുടക്ക് കൊടുക്കണേന്ന്. അവരെൻ്റെ അടുത്ത് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് നല്ല തലവേദന എടുത്ത് തുടങ്ങി, ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കളി എന്നെ കാണാത്തതിൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. ഇന്നലെ ഞങ്ങളാരും കളി കണ്ടില്ല. ഇന്ന് ഫൈനൽ കാണണം, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഒരുപാട്. അപ്പം നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച കുറച്ച് സാധനങ്ങളൊന്നും നമ്മൾക്ക് കിട്ടിയില്ല, പക്ഷെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. ഇപ്പം സമയം 8:30-8:45 ഇനി നമ്മൾ വീട്ടിലോട്ട് പോകും. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല തലവേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ സ്കൂളില്ലാത്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവൾ. എനിക്കത് അത്ര സഹിക്കണ്ട, കുഴപ്പമില്ല. കണ്ണുവേദനയും തലവേദനയും ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കുഴപ്പമില്ല. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇതുവരെ മസാല ദോശ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു സ്ഥലമുണ്ട്, ഒരു സ്ഥിരം സ്പോട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് അടച്ചോ എന്നാണ് ഡൗട്ട്. അത് അടച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി ഫുഡ് അടിച്ച് നമ്മൾ ഉറങ്ങിയിട്ട് രാത്രി കളി കാണാൻ പോകും. ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പോൾ മസാല ദോശ കഴിക്കാൻ വന്നേക്കാണ്. നല്ല തലവേദന എടുക്കുന്നുണ്ട്. നല്ല ദേഷ്യം എനിക്ക് എന്തോ അല്ലാന്ന് വരുന്നുണ്ട്. കണ്ണിങ്ങനെ അടഞ്ഞ് ശരിയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു, വരവ്. പക്ഷെ അത് നടക്കില്ലല്ലോ, സിനിമ പ്ലേ നടക്കില്ല എന്ന് ഉറപ്പല്ലേ? കാരണം ഈ കളി കാണണം. എനിക്കത്ര നിങ്ങൾ വിചാരിക്കണം അത്ര ഭയങ്കര ഒരു എന്തൂസിയാസം ഒന്നും ഇല്ല കളി കാണാൻ. എല്ലാവരും കാണുന്നതുകൊണ്ട് കഷ്ടപ്പെട്ട് എനിക്ക് അർജന്റീന ജയിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ സ്പെയിൻ ജയിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയണത്. പക്ഷെ എനിക്ക് എന്താ അപ്പം എല്ലാം സ്പെയിനാണ്, ഞാൻ അർജന്റീന. അമ്മ ജയിക്കുന്ന ടീം എന്നാ പറയണത്. കഴിക്കാൻ പോകണം. എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട്.
കൊതി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ എനർജി അത്ര ഉണ്ടാവില്ല. നമ്മളെങ്ങനെ മസാല ദോശ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ മസാല ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ കുട്ടീനെ കാണാൻ എന്നെ പോലെ ഇല്ലേ അമ്മ? ഇത്ര ക്യൂട്ട്നെസ് ഉണ്ടോ എന്നെ കാണാൻ? ഓക്കെ, താങ്ക് യു, ദാറ്റ്സ് ഗ്രേറ്റ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അമ്മേ ശക്തി. നിന്നെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് കാണിച്ചതേ. അയ്യോ ഇതൊക്കെ ആരാ എനിക്കറിയാം. ഇതാരെ തെന്നാലിരാമനോ? എന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു സുന്ദരി ഇതാ ഇവള്. ബൈ ബൈ ഗൈസ്, ലവ് യു, ബൈ. ഈ സീൻ കാണുമ്പോൾ എന്ത് മറ്റേ എടി ഞാൻ ഈ ഓക്കെ ഈ സീൻ കാണുമ്പോൾ എനിക്ക് മറ്റേ കൊലപാതകം നടക്കാൻ പോണേക്കാളും മുമ്പ് ഉള്ളൊരു വൈബ് തോന്നണല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണേ? വില വരുവാണ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. 10:30 ആവണു. ഉറങ്ങണില്ലാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ തലവേദന മസാല ദോശ കഴിച്ചപ്പോഴേക്കും എൻ്റെ തലവേദന മാറി. പിന്നെ എനിക്കിനി ഉറക്കം വരാണ്ടിരിക്കാൻ ഞാൻ കണ്ണിൽ കുറച്ച് വിക്സ് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി സമാധാനം കിട്ടും. ഞാൻ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് എനിക്ക് പാടുന്നുണ്ട്. എനിക്ക് ആക്ച്വലി അത് ഞാൻ പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര ബോറായിട്ട് തോന്നും. ഞാൻ വിചാരിച്ചു പാടാൻ അറിയുന്നവർ മാത്രമേ എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്കൊക്കെ പോസ്റ്റ് ചെയ്യാം. കുഞ്ഞിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയൂ. എന്താ അഭിപ്രായം? ഓക്കെ, അഭിപ്രായം ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു പാടണമെന്ന്. ഞാൻ ഏത് പാട്ട് പാടണമെന്ന് നിങ്ങളോട് പറയണം. ഓക്കെ, എൻ്റെ ലിസ്റ്റിൽ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അനുമേലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അടിയെ കൊള്ളുതയിൽ ഒരു ഭാഗില്ലേ, ഇതുപോലെയല്ല, ഇത്ര വൃത്തികേടില്ല. ശരിക്കും പാടുന്ന അടിപൊളി ആയിരിക്കും. ആ ഭാഗം പാടുന്നുണ്ട്. പിന്നെ വസീകരയിൽ ആ ഭാഗം, അങ്ങനെ കുറച്ച് പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും എനിക്ക് പാടണമെന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് പാടി പോസ്റ്റ് ചെയ്യാനുള്ള സത്യം പറഞ്ഞാലുള്ളൊരു കോൺഫിഡൻസ് ഇല്ല, തീരെ ഇല്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന കാലമായിരിക്കുമ്പോൾ എനിക്ക് സ്ട്രെസ്സാവാം. യൂട്യൂബിൽ പിന്നെ അധികം ആൾക്കാരൊന്നും കാണത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. കാരണം ഞാൻ എങ്ങനെ ഷോർട്ട്സ് ഇട്ട് വന്നു പോയാലും 10 ദിവസത്തിനെക്കാളും മുകളിൽ കയറില്ല. അപ്പം എനിക്കൊരു ഓക്കെ കുഴപ്പമില്ലായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഞാൻ മിക്കത് ഇപ്പോൾ കിടന്നിട്ട് ഞാൻ 12:30 എനിക്കുമായിരിക്കും. ഞാൻ കളി കണ്ടോ ഇല്ലെന്ന് ഞാൻ അടുത്ത സാറ്റർഡേ സൺഡേ വ്ളോഗിൽ ഞാൻ പറയാം. കളി കാണുമായിരിക്കും. എനിക്കൊരു പ്രഷർ പോലെയാണ്, ഭയങ്കര ഒരു പിയർ പ്രഷറൊക്കെ പോലെയാണ് കളി. ആ ഒരു സംഭവമാണ്. കളി കാണുമായിരിക്കും. അർജൻറ്റീന ജയിക്കുമായിരിക്കും. ബേബി ഉറങ്ങാറായി. അത്രേ ഉള്ളൂ. ഭയങ്കര നല്ലോണം ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ see you guys on my next vlog. That's it guys. പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ